ക്രൂശിതൻ്റെ അനുസരണം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയഭാഗമാണ്. യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റാൻ സ്വന്തം ജീവൻ വരെ സമർപ്പിച്ച പരമാനുസരണത്തിൻ്റെ മാതൃകയാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന അവിടുത്തെ പ്രാർത്ഥന അനുസരണത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള അർത്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ക്രൂശിൽ തൂങ്ങിയപ്പോൾ ഈശോ അനുഭവിച്ച വേദന, അപമാനം, ഒറ്റപ്പെടൽ എന്നിവയെല്ലാം ദൈവപിതാവിനോടുള്ള അനുസരണത്തിൽ നിന്നാണ് അവിടുന്ന് സ്വീകരിച്ചത്. ആ അനുസരണം മരണത്തിൽ അവസാനിച്ചില്ല, അത് പുനരുത്ഥാനത്തിലേക്ക് നയിച്ചു. അതിലൂടെ അനുസരണം അടിമത്തമല്ല, മറിച്ച് സ്നേഹത്തിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണെന്ന് ഈശോ വെളിപ്പെടുത്തി. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ ഈശോ തൻ്റെ അനുസരണം വഴി നമുക്ക് രക്ഷ നൽകി. റോമ 5:19 പറയുന്നു, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. ദൈവപിതാവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ഈശോയുടെ അനുസരണം മനുഷ്യകുലത്തിന് വഴിയൊരുക്കി. വിശുദ്ധ യോഹന്നാൻ 4:34 എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. അനുസരണമെന്ന ആത്മീയ ഭോജനമായിരുന്നു ഭൂമിയിൽ ഈശോയുടെ ജീവൻ നിലനിർത്തിയിരുന്ന ഭക്ഷണം. ഇന്നത്തെ ലോകത്തിലും തൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആവശ്യമുണ്ടായിരിക്കേണ്ട ഒരു യോഗ്യതയാണ് അനുസരണം. ഈശോയുടെ അനുസരണം നമ്മെ വിളിക്കുന്നു സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകാൻ, കഷ്ടപ്പാടുകളിലും വിശ്വാസത്തോടെ നിലകൊള്ളാൻ, സ്നേഹത്തിനായി ത്യാഗം ചെയ്യാൻ. അങ്ങനെ ക്രൂശിനപ്പുറം ദൈവമൊരുക്കുന്ന ജീവനും പ്രത്യാശയും സ്വന്തമാക്കാൻ.